ഹലോ, എല്ലാവർക്കും സ്കെച്ച് മീഡിയയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയാണ് സ്റ്റഫ്ഡ് എഗ് ബജി. വളരെ ടേസ്റ്റിയായ ഈ മുട്ട ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ട പുഴുങ്ങി തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് 10 ബജി വരെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്കൊരു ചമ്മന്തിയുടെ കോട്ടിങ് വേണമെന്ന് പറഞ്ഞല്ലോ, അതിനാവശ്യമായ സാധനങ്ങളാണിത്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 2 ചെറിയുള്ളി, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, ഒരു പകുതി നാരങ്ങയുടെ നീര്, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയാണ് നമുക്ക് ഈ ചമ്മന്തി റെഡിയാക്കാൻ ആവശ്യമുള്ളത്. പിന്നെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു അല്ലി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയാകും. ഇപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ മുട്ടയെല്ലാം പകുതി കീറി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 ബജി ഉണ്ടാക്കാനുള്ള മുട്ടയുണ്ട്. ഇനി ഈ ചമ്മന്തി എടുത്തിട്ട് നമുക്ക് ഈ മുട്ടയുടെ മുകളിൽ ഇതിന് കോട്ടിങ് കൊടുക്കണം. ഈ കോട്ടിങ് കൊടുക്കുന്നത് ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഒരു മുട്ടയുടെ പീസ് എടുക്കുക, എന്നിട്ട് ഈ ചമ്മന്തി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ആ മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ചമ്മന്തി വെച്ചിട്ട് കവർ ചെയ്യുക. ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഇത് താഴെ വീണ് പോകുന്നില്ല, കാരണം ഈ ചമ്മന്തി നന്നായി അരഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത് പിന്നെ ഇതിൽ നിന്ന് താഴെ വീണ് പോകുന്നുണ്ട്, ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി മുട്ടയുടെ മഞ്ഞക്കരു ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ആ മഞ്ഞക്കരു റിമൂവ് ചെയ്തിട്ട് അപ്പോൾ അവിടെ ആ ഭാഗത്തൊരു കുഴി പോലെ ഉണ്ടാവുമല്ലോ, ആ കുഴിയിൽ ഈ ചമ്മന്തി ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇത് റെഡിയാക്കാൻ പറ്റും. 2 രീതിയിലും നമുക്ക് ഈ ചമ്മന്തിയുടെ ഫില്ലിങ് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാകുമ്പോൾ ഒന്നുകൂടി സേഫായിട്ട് ആ ചമ്മന്തി അതിൻ്റെ ഉള്ളിൽ ഇരിക്കും. പക്ഷേ ആ മഞ്ഞക്കരു നമ്മൾ അപ്പോൾ അത് വേസ്റ്റ് ആവും, അത് ഒഴിവാക്കേണ്ടി വരും. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ കംപ്ലീറ്റ് കവറിങ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്, മഞ്ഞക്കരു ഒഴിവാക്കുന്നൊന്നുമില്ല. ഇനി എല്ലാ മുട്ടയും ഇതുപോലെ നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ എല്ലാ മുട്ടയും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കവർ ചെയ്യാൻ ആവശ്യമായ ബാറ്റർ എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കടലപ്പൊടിയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ബാറ്ററിൻ്റെ. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അതുപോലെ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. അത് നമ്മുടെ സ്പൈസ് ലെവലിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. തിക്കെന്ന് പറയുമ്പോൾ ഒരുപാട് തിക്കല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാക്കി എടുക്കണം ഇതിന്. കാരണം നമ്മളിത് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഇത് മുട്ടയിൽ ശരിക്ക് കോട്ടാവില്ല, അതിൽ നിന്നിങ്ങനെ ഒലിച്ചു പോകും. അതുപോലെ ഭയങ്കര തിക്കായാലും നമുക്കിത് കവർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ആ ചട്നിയുള്ള പോർഷനൊക്കെ കവർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് നമുക്ക് ആവശ്യം, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ. ഇനി നമ്മൾ എണ്ണ ചൂടാക്കി വെച്ച ശേഷം ഓരോ മുട്ട വീതം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ ഈ ചട്നിയുള്ള ഭാഗം മുകളിലാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് സ്പൂണിൽ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഈ ചട്നിയുള്ള ഭാഗം താഴെയായിട്ട് വരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഇടുമ്പോൾ ചട്നിയുള്ള പോർഷൻ മുകളിലും, എണ്ണയിലേക്ക് ഇടുമ്പോൾ ആ ഭാഗം താഴെയായിട്ടും വരണം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഓരോ ബജി വീതം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്നിയുള്ള ഭാഗം താഴെയായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. അങ്ങനെ നമുക്ക് എല്ലാ ബജിയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വേവാനൊന്നുമില്ലല്ലോ, ഓൾറെഡി പുഴുങ്ങിയ മുട്ടയാണ്, പിന്നെ ചട്നിയുമാണ്. ഇത് രണ്ടും വേവാനില്ല. അതുകൊണ്ട് പുറമേയുള്ള ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഹാഫ് പോർഷൻ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും സെർവ് ചെയ്യാൻ പറ്റും.
ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ആ ചട്നിയുടെ ഗ്രീൻ കളറും യെല്ലോയും വൈറ്റും എല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്